ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഇന്ന് ഓശാന തിരുനാളാണ്. ദുഃഖിതരുടെയും നിന്ദിതരുടെയും ദരിദ്രരുടെയും ഒക്കെ അഭയമായ മനുഷ്യൻ കഴുതയുടെ മീതെ നമ്മുടെ ചരിത്രത്തിലേക്ക് വളരെ സൗമ്യമായി പ്രവേശിക്കുന്നൊരു ദിവസം. ഒരാൾക്കൂട്ടം താനെ രൂപപ്പെടുകയാണ്. അനുകമ്പയുള്ളൊരു മനുഷ്യൻ്റെ പിന്നാലെ അവരൊത്തുകൂടി തങ്ങളുടെ മേലുടുപ്പുകൾ അവർ പാതയിൽ വിരിച്ചു. ഈ ഔട്ടർ ക്ലോക്ക് എന്ന് പറയുന്നത് അക്കാലത്ത് ദരിദ്രരായ മനുഷ്യരുടെ പണയവസ്തുവായിരുന്നു. നിയമാവർത്തന പുസ്തകത്തിലൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, ഇതുകൊണ്ടേ പണയം വെച്ച് കഴിഞ്ഞെന്നാൽ തിരിച്ചു കൊടുക്കണമെന്നൊക്കെ ഉള്ളത്. അവരാകപ്പാടുള്ള സ്വത്താണ്. അവർക്ക് കൈമാറാനോ മൂല്യമുള്ളതെന്നൊക്കെ കരുതാവുന്ന ആ അങ്കികൾ വിരിച്ചിട്ടാണ് ഇവൻ്റെ യാത്ര, അവിടുത്തെ യാത്ര അവർ സുഗമമാക്കുന്നത്. ഞങ്ങളുടെ അങ്കിയിലൂടെയല്ല, ഞങ്ങളുടെ പ്രാണനിലൂടെ അങ്ങ് പ്രവേശിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് ഓശാന തിരുനാളിൻ്റെ കാതൽ. ഞങ്ങളിലേക്ക് അങ്ങ് സഞ്ചരിക്കണമേ, ഞങ്ങളുടെ ഗൃഹങ്ങളിലേക്ക്, ഞങ്ങൾ കടന്നു പോകുന്ന ഓരോ വനിതാനുഭവങ്ങളിലേക്ക് അങ്ങയുടെ സഞ്ചാരമുണ്ടാവണമേ. സേവസ് ലോഡ് നവെന്നാണ് ഓശാന എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. നവെന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമുക്ക് കാത്തിരിക്കാനായിട്ട് നേരമില്ല. മുങ്ങിത്തുടങ്ങുന്ന മനുഷ്യർക്ക് കാത്തിരിക്കാൻ പറ്റില്ല. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇടപെടണമെങ്കിൽ ഈ നിമിഷാർത്ഥത്തിലായ ഇടപെടൽ സംഭവിക്കണം. അതുപോലെ ഒന്നും വൈകിക്കൂടാ. ഞങ്ങൾക്ക് രക്ഷ ആവശ്യമുണ്ട്. മിശിഹ എന്ന് പറഞ്ഞ സങ്കല്പമാണ് ഇപ്പോൾ കുറേ കൂടി കൺവിൻസിങ് ആയിട്ട് വരുന്നത്. ആദ്യമൊക്കെ യേശുവിന് നമ്മൾ വേദപുസ്തകത്തിൽ പലരും അഭിസംബോധന ചെയ്യുന്നതാണ് ഒരു റബോനിയായിട്ടാണ് തിരിച്ചറിയുന്നത്. ഒരു ഗുഡ് മാസ്റ്റർ. കാലത്തുണ്ടായിരുന്ന കുറേ അധികം ഗുരുക്കന്മാരിൽ ഏറ്റവും ചടുലമായ, ഏറ്റവും ഡൈനാമിക്കായ, ഏറ്റവും പ്രാപഞ്ചിക ബോധമുണ്ടായിരുന്ന ഒരു ഗുരു. പക്ഷെ ഒരു ഗുരുവിന് നമ്മൾ അക്കമ്പനി ചെയ്യാനായിട്ട് ഒരു ഒരു കൃത്യമായൊരു കാലമുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒറ്റയായി പോകുന്ന നിമിഷങ്ങൾ, നമ്മൾ വിഷാദം പിടികൂടുന്ന നിമിഷങ്ങളിൽ, നമ്മളുടെ മമതകൾക്കകത്ത് നമ്മൾ വല്ലാതെ പെട്ടുപോകുന്ന നിമിഷങ്ങൾ, രോഷത്തിൽ കരിഞ്ഞു പോകുന്ന നിമിഷങ്ങൾ, ഇത്തരം നിമിഷങ്ങളിൽ ഗുരു പോരാ. നമുക്ക് മിശിഹ ആവശ്യമുണ്ട്. ഒരു കിണറ്റിലേക്ക് വഴുതി പോകുന്ന കണക്കാണ്. നമുക്ക് ഇച്ഛാശക്തി ഉണ്ടെന്ന് പറഞ്ഞാലും, നമുക്ക് എന്തറിവുണ്ടെന്ന് പറഞ്ഞാലും, ഇതിനകത്തുനിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ആരെങ്കിലും ഒരു ചരട് നമുക്ക് ഇട്ട് തരേണ്ടതുണ്ട്. മനുഷ്യർ എത്തിച്ചേരുന്ന 199 പ്രതിസന്ധികളും വാസ്തവത്തിൽ രക്ഷ ആവശ്യമുള്ള പ്രതിസന്ധിയാണ്. നിൻ്റെ ചരട് നീട്ടി, നിൻ്റെ കരം നീട്ടി എന്നെ ഞാനീ പെട്ടുപോയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. ഈ നിമിഷത്തിലെ ഇടപെടലിനെക്കുറിച്ചാണ് ഓശാന നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്തൊരു വിനയപാഠങ്ങളൊക്കെയാണ് ഈ ദിവസം നമ്മൾ അവനിൽ നിന്ന് വായിച്ചെടുക്കുന്നത്. ഇങ്ങനെ കഴുതപ്പുറത്ത് വരുന്ന ഒരാൾ, അതിൻ്റെയൊക്കെ ഒരു കൃത്യമായ ബൈബിൾ പശ്ചാത്തലമുണ്ട്. സെക്കറിയ മിശിഹായെക്കുറിച്ച് പറയുമ്പോൾ 9:9 വളരെ കൃത്യമായിട്ട് ആ ഒരു പ്രവചനം പറയുന്നുണ്ട്. ദാ കഴുതപ്പുറത്ത് നിന്റെ രാജാവ് വരുന്നു. കഴുതപ്പുറത്ത് വരിക എന്ന് പറയുന്നത് ഈ സമാധാന ഉടമ്പടിക്ക് വേണ്ടിയാണ്, ഈ പീസ് ട്രീറ്റികൾക്ക് വേണ്ടിയാണ് അക്കാലങ്ങളിലെ പ്രഭുക്കന്മാരും രാജാക്കന്മാരും ഒക്കെ ഈ കഴുതപ്പുറത്ത് വരുന്നത്. കുതിര എപ്പോഴും യുദ്ധത്തിൻ്റെ അടയാളമാണ്. കുതിരയും അവൻ പാർത്തിരുന്ന പട്ടണങ്ങളിൽ ഇങ്ങനെ നിരന്തരം അതിൻ്റെ കുളമ്പടി കേൾപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഓൾറെഡി റോമ കീഴ്പ്പെടുത്തിയ, റോമയുടെ മുഖം വഹിക്കുന്ന ഒരു ദേശത്തായിരുന്നു അവൻ്റെ ഒടുവിലത്തെ കാലം. അത്തരം യുദ്ധത്തിൻ്റെയും അഗ്രസീവ്നെസ്സിൻ്റെയും ഒക്കെ കുളമ്പടി ഒച്ചകൾ കേൾക്കുന്നൊരിടത്ത് ഒരാളിങ്ങനെ ശാന്തതയുടെയോ പീസ് സമാധാനത്തിൻ്റെയോ ഒക്കെ അടയാളമായിട്ടുള്ള ഒരു മൃഗത്തിൽ ഇങ്ങനെ ആ നഗരത്തിലേക്ക് പ്രവേശിക്കുക. ഇതിനേക്കാളൊക്കെ എനിക്ക് ഹൃദയ സ്പർശിക്കുന്നൊരു വിചാരമെന്ന് പറയുന്നത്, ഇത് അബ്രഹാം തൻ്റെ മകനെ ബലിക്ക് വേണ്ടി കൊണ്ടുപോയപ്പോൾ ഉണ്ടായ ഒരു കാഴ്ചയുടെയൊക്കെ ഒരു ഷെയ്ഡ് ഇതിനകത്ത് കിടപ്പുണ്ട്. മകനെ ഇങ്ങനെ കഴുതപ്പുറത്തേറ്റിയിട്ടാണ് ഈ മനുഷ്യൻ ബലിക്ക് വേണ്ടി കൊണ്ടുപോയി, ഏകമാനെ ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. മകൻ ചോദിക്കുന്നുമുണ്ട്, അപ്പോൾ എന്നോടൊപ്പം തീയും
ഈ പറഞ്ഞ വിറകുമൊക്കെ ഉണ്ട്. ബലിമൃഗം ആരാ? ബലിമൃഗം വാസ്തവത്തിൽ ഈ കഴുതയ്ക്ക് മീതെ സഞ്ചരിക്കുന്ന ആളാണ്. അതായിരിക്കും ഒരു പക്ഷേ വിശേഷ ഈ പാഷൻ വീക്കിലൊക്കെ നമ്മളിലേക്ക് ഏറ്റവും ശക്തമായിട്ട് എത്തുന്നൊരു ബിംബം. ഇങ്ങനെ മകനെ ബലിയർപ്പിക്കാൻ പോകുന്ന പിതാവ്, അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു വല്ലാത്തൊരു പ്രകാശമുള്ള ഒരു ഓർമ്മയുടെയൊക്കെ ഓർമ്മ ഉണർത്തുന്ന ഒരു അനുഭവമാണിത്. പിന്നെയും ഈ പറഞ്ഞ കഴുതയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം പഴയ നിന്ന് റഫറൻസ് ഉണ്ട്. കഴുതയുടെ മീതെ സമ്മാനങ്ങൾ കൊടുത്തയച്ചിട്ട് യാക്കോബ് ഏശാവുമായിട്ട് അന്റജനപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റിക്കൺസിലേഷൻ്റെയൊക്കെ പ്രതീകമായിട്ട് ഇതിനെടുക്കാം. എന്തുമാവട്ടെ, ഒരു തരത്തിലും മനുഷ്യർ മതിപ്പോ മേനിയോ കൽപ്പിച്ച് കൊടുക്കാത്ത ഒരു മൃഗത്തെ ഉപയോഗപ്പെടുത്തുക വഴിയായിട്ട് ഭൂമിയുടെ ധാർഷ്ട്യം, ഭൂമിയുടെ അഹന്തകൾക്കൊക്കെ ഉള്ളൊരു പരിഹാരം രൂപപ്പെടുകയാണ്. കുറേ കൂടി വിനയപൂർവ്വമുള്ള സഞ്ചാരങ്ങളെക്കുറിച്ച് മനുഷ്യർ ചിന്തിക്കേണ്ട ബാധ്യതയുണ്ട്. അവനവനില്ലാതെ ജീവിക്കുക എന്നുള്ളതൊക്കെയാണ് യഥാർത്ഥമായ ആത്മീയതയുടെ അടയാളം എന്നൊക്കെ നമ്മൾ ഈ ദിനങ്ങളിലൊക്കെ കാണുമ്പോൾ നമുക്ക് സൈറ്റ് ചെയ്യാവുന്ന, നമുക്ക് ഓർമ്മിച്ചെടുക്കാവുന്ന ഏറ്റവും ഭംഗിയുള്ള ഉദാഹരണം അവൻ്റെ ഈ കഴുതപ്പുറത്തുള്ള യാത്ര തന്നെയാണ്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന 1 കൊറിന്ത്യർ 13 എവിടെ നിന്നായിരിക്കും പൗലോസ് കണ്ടെത്തിയിട്ടുണ്ടാവുക? ഈ ഇതിനകത്ത് പറയുന്ന ഈ സ്നേഹവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഓരോ ലക്ഷണങ്ങൾ, സ്നേഹത്തിൻ്റെ നിർവചനങ്ങൾ ഒക്കെ അയാൾക്ക് എവിടെ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? അയാൾക്ക് ആ കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. അയാൾക്ക് ഇങ്ങനെ കണ്ണുപൂട്ടി യേശുവിനെ ഓർമ്മിച്ചാൽ മതി. കാരണം നമ്മൾ ഈ എണ്ണി പറയുന്ന, നമ്മൾ വളരെ എലാബറേറ്റായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഈ മുഴുവൻ കാര്യങ്ങളും വാസ്തവത്തിൽ യേശുവിൻ്റെ ലക്ഷണമാണ്. എവിടെയൊക്കെ സ്നേഹമെന്ന് ഈ പറഞ്ഞ 1 കൊറിന്ത്യർ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെയൊക്കെ പതുക്കെ വെട്ടിയിട്ട് യേശു എന്ന് വായിച്ചെന്നാൽ കാര്യങ്ങൾ കുറേ കൂടി ക്ലിയറാണ്. യേശു അനന്ത ക്ഷമയുള്ള ഒരാളാണ്, യേശു കാരുണ്യവാനാണ്, യേശു എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിൻ്റെ മീതെയും അനുചിതമായി പ്രവർത്തിക്കുന്നില്ല. ഇവിടെയൊക്കെ സ്നേഹമെന്ന് കാണുന്ന ഈ 1 കൊറിന്ത്യർ കാണുന്ന എല്ലായിടത്തും വെട്ടി യേശു ആയിക്കോളും. കാരണം യേശുവിനെ ധ്യാനിച്ചിട്ടാണ് ഈ മനുഷ്യന് ഇത്തരം കൃത്യമായ സ്നേഹത്തിൻ്റെ ഒരു ഭാഷ ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ യേശുവിലേക്ക് തന്നെ ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. എന്തുമാത്രം നമ്മൾ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്നേഹപാഠങ്ങളാണ് ഈ ഒരൊറ്റ ഓശാന നാളിൽ പൂർത്തിയാവുക. സ്നേഹത്തിൻ്റെ പ്രൊട്ടക്ഷനെക്കുറിച്ച്, സ്നേഹത്തിൻ്റെ കരുതലിനെക്കുറിച്ച്, സ്നേഹത്തിൻ്റെ കരുണയെക്കുറിച്ചൊക്കെയാണ് ഓശാന നാൾ പറയുക. കൗതുകരമായ ചില നിരീക്ഷണങ്ങളൊക്കെ ഈ ദിവസം നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ തനിക്ക് സഞ്ചരിക്കാനായിട്ടൊരു കഴുതയെ കണ്ടെത്തണമെന്നും ആ കഴുതയെ കെട്ടഴിക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞിനെ കൂടി അഴിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറയുന്നൊരു കൊച്ചു വാക്ക് കിടപ്പുണ്ട്. വേണമെങ്കിൽ സുവിശേഷകർക്ക് എഡിറ്റ് ചെയ്യാവുന്നൊരു വിശദാംശമായിരുന്നു അത്. പക്ഷെ ആ ഒരു ചെറിയ വിശദാംശം എന്തുമാത്രം അവൻ്റെ ഉള്ളിലേക്ക് പ്രകാശം പരത്തുന്നൊരു അനുഭവമായിട്ട് മാറുന്നു. നമുക്ക് അവൻ്റെ ഉള്ളിലേക്കുള്ള താക്കോൽ ദ്വാരമായിട്ട് മാറുന്നു. ഒരു അമ്മയെ അഴിച്ചു കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കുഞ്ഞെന്ത് ചെയ്യും? വസ്തുതയിൽ യേശുവിൻ്റെ ഉള്ളിൽ പോലും അത്തരം ഒരു ഓർമ്മ കിടപ്പുണ്ടാവും. 12-ാം വയസ്സിൽ ഇങ്ങനെ അമ്മയും അപ്പൻ്റെയും കൈവിട്ടു പോയൊരു കുട്ടിയാണ് അത്. അപ്പോൾ ഈ ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്കിടയിലൂടെ ഈ അമ്മ കഴുത പോകുമ്പോൾ കുഞ്ഞിക്കഴുത ഒറ്റയ്ക്ക് പെട്ടുപോയി കുഞ്ഞിക്കഴുത എന്ത് ചെയ്യും? അപ്പം അതിൻ്റെ ഭയാശങ്കകളെ പരിഹരിക്കാൻ വേണ്ടി അതിനെ ഇങ്ങനെ ഒരു ഭയത്തിലേക്കും വിട്ടുകൊടുക്കാതിരിക്കാനും അതിന് ഏതെങ്കിലും തരത്തിലുള്ള അനാഥത്വം ഉണ്ടാകാതിരിക്കാനും വേണ്ടി ആ കുഞ്ഞു കഴുതയെ കൂടെ കൂട്ടാനൊക്കെ പറയുന്നത് ഒരു പക്ഷേ എക്സജറ്റിക്കലായിട്ട് അത് ശരിയായ നിരീക്ഷണമാണെന്ന് അറിഞ്ഞുകൂടെ, എന്നാൽ പോലും വളരെ ഇമോഷണലായിട്ട് വൈകാരികമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നൊരു അനുഭവം ഇത്. ഏറ്റവും ചെറിയ കാര്യങ്ങൾക്കകത്ത് പോലും ഒരു ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കുക. വാസ്തവത്തിൽ ഒരു ജൈത്രയാത്രയൊക്കെ ആയിട്ട് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്ന ഒന്നാണ് ഈ ഓശാന ഞായർ എന്ന് പറയുന്നത്. അതൊരു ജൈത്രയാത്രയല്ല. യാത്രയുടെ താളത്തിന് ഒരു ഘോഷയാത്രയുടെയോ അല്ലെങ്കിൽ ഒരു വിജയയാത്രയുടെയോ ഒക്കെയോ ഒരു ഭംഗിയോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് അവസാനിക്കുന്ന ഒന്നും അത്തരമൊരു ഭംഗിയിലല്ല. അവസാനിക്കുന്നത് വളരെ വിഷാദഭരിതമായിട്ടാണ്. ഈ യാത്ര തീരുമ്പോഴേക്കും യേശു വീണ്ടും ഒറ്റയാണ്. യേശു എന്നിട്ട് ജെറുസലേമിൽ നോക്കി കരയുകയാണ്, ജെറുസലേം ജെറുസലേം, തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകെങ്കിൽ ഒതുക്കാൻ കൊതിച്ചതുപോലെ, തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകെങ്കിൽ ഒതുക്കാൻ കൊതിച്ചതുപോലെ നിന്നെ എൻ്റെ ചിറകോട് അണച്ചു പിടിക്കാൻ എത്രമാത്രം ആശിച്ചിരുന്നു. അപ്പോൾ ഒരു തരത്തിലും നമ്മൾ സങ്കല്പിക്കുന്ന രാജകീയ പ്രദക്ഷിണത്തിൻ്റെ ഒരു അടയാളങ്ങളും ഇതിനകത്തില്ല. ഇതൊരു ഏകാഗിയായ പ്രവാചകൻ്റെ അനുകമ്പയുടെ വഴിയാണ് വാസ്തവത്തിൽ.
വാസ്തവത്തിൽ ഇത് ഓശാന എന്ന് പറയുന്നത് ഒരു അദൃശ്യ അനുകമ്പയുടെ വഴി രൂപപ്പെടുകയാണ്. പാവപ്പെട്ട മനുഷ്യർക്കൊക്കെ വളരെ കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് താനെ ഒരു ആൾക്കൂട്ടം രൂപപ്പെടുകയാണ്. അപ്പോൾ അനുകമ്പയിൽ ആരംഭിച്ച് അനുകമ്പയിൽ അവസാനിക്കുന്നത്. നമ്മൾ പറയാൻ കാരണം ഈ പറഞ്ഞൊരു കുഞ്ഞിനെ പോലും അഴിച്ചെടുത്ത് കൂടെ കൊണ്ടുവരുമെന്ന് പറയുകയും എന്തുമാത്രം ഹൃദയഭേദമായിട്ട് ഒരു നഗരത്തെ നോക്കി വിലപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ യാത്ര എന്ന് പറയുന്നത് കൃത്യമായിട്ട് അനുകമ്പയിൽ നിന്നുണ്ടാകുന്ന കണ്ണീരിൻ്റെയും ഒക്കെ യാത്രയാണ്. നമുക്ക് അവൻ്റെ ആ വിനയപാഠങ്ങളെ ഒന്ന് കണ്ട് നമസ്കരിച്ചിട്ട് ഇന്നത്തെ ഒരു സത്സംഗ പ്രാർത്ഥനാപൂർവം പതുക്കെ വൈൻഡ്യാന്നാണ് കരുതുക. സ്നേഹം ഇങ്ങനെ ഒന്നിനെക്കുറിച്ചും അഹങ്കരിക്കുന്നില്ലെന്ന് പൗലോസ് പറയുന്നുണ്ട്. വാസ്തവത്തിൽ അതിന് വളരെ നീട്ടിയും പരത്തിയും പറയേണ്ട ബാധ്യതയില്ല. വെറുതെ ഒന്ന് കണ്ണുപൂട്ടി അവൻ്റെ ആ പറഞ്ഞ കഴുതപ്പുറത്തുള്ള യാത്ര ഓർമ്മിച്ചാൽ മാത്രം മതി. ഇതിനേക്കാൾ വിനയത്തിൽ എങ്ങനെയാണ് മനുഷ്യർക്ക് ജീവിതത്തിൽ ഇടപെടാൻ പറ്റുന്നത്? അന്നോട്ടുള്ള മുഴുവൻ കാര്യങ്ങളും വാസ്തവത്തിൽ വിനയപാഠങ്ങൾ തന്നെയാണ്. ഒടുവിൽ ഈ കാല് കഴുകുന്നിടത്തേക്കൊക്കെ എത്തുമ്പോഴേക്കും അതിൻ്റെ അപ്പെക്സിലേക്ക് എത്തുന്നു, അതിൻ്റെ അൾട്ടിമേറ്റിലേക്ക് എത്തുന്നു. നമ്മൾ ചിലപ്പോൾ പറയുമ്പോൾ പോലും നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായെന്നിരിക്കും. യേശുവിൻ്റെ പാദശാലനവുമായി ബന്ധപ്പെട്ട്, യേശു ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഭൂമിയിലുള്ള ഒരു ചിത്രവും സത്യസന്ധമായ ചിത്രമല്ല. അത് വളരെ കമനീയമായ ചിത്രമാണ്. അവനിങ്ങനെ ബേസിനൊക്കെ എടുത്തിട്ട് വളരെ ഭംഗിയുള്ള അല്ലെങ്കിൽ വളരെ നന്നായിട്ട് വസ്ത്രം ധരിച്ച ഒരു യേശുവിനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. വളരെ പകുട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ച ഒരാൾ നിൽക്കുന്ന ചിത്രകാരന്മാരാണ് വാസ്തവത്തിൽ യേശുവിനെ ഹൈജാക്ക് ചെയ്ത. വാസ്തവത്തിൽ യേശുവിൻ്റെ റോ ലൈഫ് എന്ന് പറയുന്നത്, യേശുവിൻ്റെ പരുക്കൻ ലൈഫ് എന്ന് പറയുന്നത്, അവൻ്റെ ആ പൊള്ളലേറ്റ ജീവിതം എന്ന് പറയുന്നത്, അവൻ്റെ വെയിലേറ്റ് സൺബേൺ എന്ന് പറയുന്ന ജീവിതമൊക്കെ ഹൈജാക്ക് ചെയ്ത ചിത്രകാരന്മാരാണ്. വിശേഷിച്ചും ഒരു ക്രിസ്ത്യൻ മിഡിൽ ഏജ് പിക്ചറിലേക്ക് വരുമ്പോൾ, ഇറ്റാലിയൻ ചിത്രത്തിലേക്കൊക്കെ വരുമ്പോൾ എല്ലാം അലങ്കരിക്കുക എന്ന് പറയുന്ന ഒരു രീതിയുള്ളൊരു ദേശത്തുനിന്ന് വന്ന ചിത്രകാരന്മാർക്ക് അതിനപ്പുറത്തേക്കുള്ള ഒരു യാഥാർത്ഥ്യ ബോധത്തിൻ്റെ ഒരു കനൽ വേണ്ടി വന്നില്ല. ഉദാഹരണമായിട്ട് കാനായിലെ കല്യാണം എന്തൊരു റോയലായിട്ടാണ് അതിൻ്റെ ചിത്രമൊക്കെ വരക്കുക. നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയോളൂ. ഇത് വാസ്തവത്തിൽ ഒരു പാവപ്പെട്ട വീടിനകത്ത് കരുതി വച്ചിരുന്ന ഭക്ഷണങ്ങളില്ലാതെ പോയ ഒരു നേരത്തെന്നൊക്കെ കരുതുമ്പോഴേക്കും ഈ ചിത്രം ഈ പറഞ്ഞ കാര്യമായിട്ട് സിങ്ക് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു ധനികൻ്റെ വീടിനകത്ത് വീഞ്ഞില്ലാതെ പോകുകയെന്ന് പറഞ്ഞ പ്രശ്നം ഉദിക്കുന്നേ ഇല്ല. അയാളുടെ കലവറയിൽ വീഞ്ഞില്ലെങ്കിൽ അയാൾക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം അത്രയും ദാരിദ്ര്യം പിടിച്ചൊരു വീടാണ്. നിങ്ങളൊരു ചെമ്മീൻ ഫാക്ടറി മുതലാളിയാണെങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് സദ്യ വിളമ്പുമ്പോൾ മീൻ തീർന്നു പോകാമെന്ന് പറയുന്ന ഒരു അസാധ്യമായ സംഭവം. നമ്മളെ കണക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് പണത്തിന് മീൻ വാങ്ങിയിട്ട് പാകപ്പെടുത്തുന്നവർക്കായിരിക്കും തീർന്നു പോകാമെന്ന് പറയുന്നത്. അപ്പോൾ വലിയ അളവിൽ ക്രിസ്തീയ ചിത്രരചന അവൻ്റെ ബോധത്തോടും അവൻ്റെ വ്യക്തിത്വത്തോടും ഒരു അപരാധം ചെയ്തു പോയി. നമ്മൾ ഭാരതത്തിൽ പറയുന്ന കണക്കാണ്, ശിവകാശിയാണ് ഭാരതീയ ദൈവസങ്കല്പങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയെന്നൊക്കെ പറയുന്ന കണക്കാണ്. ഭാരതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു ദൈവവിചാരമൊക്കെ വരുമ്പോഴേക്കും ആ ഒരു ബോധത്തിൽ വളർന്ന മനുഷ്യരുടെ ഉള്ളിലേക്ക് വരുന്ന ചിത്രം എന്നൊക്കെ പറയുന്നത് ശിവകാശിയിലടിച്ച കലണ്ടറുകളാണ്. ഏറ്റവും ഭംഗിയുള്ളവരാക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചു. ദൈവങ്ങൾ സങ്കല്പങ്ങൾക്ക് ഇത്രയും ഭംഗി വേണമെന്ന് ആരാ പറഞ്ഞത്? വിശേഷം യേശുവിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു വാക്ക് അവൻ അഴകും ഐശ്വര്യവും ഇല്ലായിരുന്നാണ് പറയുക. അപ്പോൾ പറഞ്ഞു വന്നത് വിഷയത്തിൽ നിന്ന് ഇത്തിരി ഒന്ന് തെന്നിമാറി നമ്മൾ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ അന്ത്യത്താഴം എന്നൊക്കെ പറയുന്നത് വളരെ സോളമായിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ സംഭവിച്ച കാര്യമെന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് യോഹന്നാൻ പറയുന്നുണ്ട്, വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുന്ന പറയുന്നത്. യഹൂദൻ്റെ ഒരു ഡ്രസ് കോഡെന്ന് പറയുന്നത് ഒരു 3 തുണ്ട് തുണിക്കഷ്ണങ്ങളാണ്. ഒന്നാമത്തേത് ഒരു ഔട്ടർ ലെയർ, ഒരു മേൽവസ്ത്രം. അതിനകത്തായിട്ടൊരു കുറച്ചുകൂടി അയവുള്ളൊരു വസ്ത്രമുണ്ടാവും, ലൂസ് ഒരു ട്യൂണിക് എന്ന് പറയുന്ന ഒന്ന്. പിന്നെ സ്വാഭാവികമായിട്ട് അടിവസ്ത്രം. ഈ 2 വസ്ത്രം യേശു അഴിച്ചു മാറ്റി എന്നുള്ളതാണ് നമുക്കതിനകത്ത് നിന്ന് കിട്ടുന്ന സൂചന. ചുരുക്കത്തിൽ നമ്മുടെയൊക്കെ ഒരു കാലത്ത് നമ്മുടെ കാരണന്മാർ ഉപയോഗിച്ചിരുന്ന കണക്ക് ഒരു കൗമീനധാരിയായിട്ടാണ് യേശു പാദങ്ങൾ കഴുകുക. കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഒരു ചിത്രം വരക്കാനായിട്ട് നമ്മളാരും ധൈര്യപ്പെടുത്ത പോലുമില്ല. ഈ ഒരു കൗമീന വേഷധാരി ആരായിരുന്നു വാസ്തവത്തിൽ? നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ക്ലാസിക് പിക്ചർ
കണ്ടിട്ടുണ്ടെങ്കിൽ, ഹോളിവുഡ് പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, റോമൻ കൾച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എപ്പോഴും അടിമകൾ ധരിക്കുന്ന വേഷമാണ്. അടിമകളൊന്നും ധരിക്കാറില്ല. അവർക്ക് ആകപ്പാട് ഈ പറഞ്ഞൊരു ചെറിയൊരു വസ്ത്രം മാത്രം, അവരുടെ അടിസ്ഥാന ഒരു നഗ്നതയെ മറക്കുന്ന വസ്ത്രം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചുരുക്കത്തിൽ ഇങ്ങനെ അടിമയായിട്ട് നിന്നിട്ടാണ് കാൽപാദങ്ങൾ കഴുകുന്നത്. അല്ലാതെ വലിയൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഒരു സെക്കൻഡ് നേരത്തേക്ക് നടക്കുന്ന ഫാൻസി ഡ്രസ്സൊന്നും അല്ല ഈ കളി. അപ്പോൾ അടിമയിലാണ് ഈ കാര്യങ്ങൾ അവസാനിക്കുന്നത്. അപ്പോൾ അത്രയുമൊക്കെ വിനയപാഠങ്ങൾ വരുന്ന ഒരു ആഴ്ചയിൽ നമ്മൾ ഈ 1 കൊറിന്ത്യർ 13 വായിക്കുമ്പോൾ സ്നേഹം അഹങ്കരിക്കില്ല എന്ന് പറയുന്ന വാക്കിന് എന്ത് വിശദീകരണം വേണം? വെറുതെ ഒന്ന് അവനെ ഓർത്താൽ മതി, അവൻ്റെ സഞ്ചാരങ്ങളെ ഓർത്താൽ മതി, അവൻ കടന്നു പോയതിനെ ഓർത്താൽ മതി. ഒടുവിലായിട്ട് ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഇത് നിങ്ങൾ ചെയ്യുക. വളരെ കുറച്ചിടങ്ങളിൽ മാത്രം ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഇത് ചെയ്യുക. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ സമരിയാക്കാരൻ്റെ കഥ പറയുമ്പോൾ അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഇതുപോലെ നിങ്ങൾ ചെയ്യുക. പിന്നെ അപ്പവും വീഞ്ഞ് ഉയർത്തി വാഴ്ത്തുമ്പോഴും പറയുന്നത് അത് തന്നെയാണ്, ഇത് നിങ്ങൾ ചെയ്യുക. അത് കണക്ക് തന്നെ ശക്തമായൊരു വാക്കാണ് ഈ കാൽപാദം കഴിയിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്യുക. നമുക്ക് എന്തുകൊണ്ട് കുറച്ചുകൂടി വളരെ കൃത്യമായ വിനയത്തിലേക്ക് വന്നുകൂടാ? വിനയം വാസ്തവത്തിലൊരു യാഥാർത്ഥ്യബോധത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് എന്തിനും ഇതേ തലയുയർത്തി നടക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഒരുപക്ഷെ വെറുതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും എനിക്ക് നേരെ ഇരിക്കാനായിട്ടുള്ള ധൈര്യമില്ല. അറിയാതെ ഇങ്ങനെ നമ്മുടെ ശരീരം പതുക്കെ പതുക്കെ കൂനിപ്പോവുകയാണ്. നമ്മൾ എന്തിനെക്കുറിച്ചാണ്, ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? അപ്പോൾ അടിസ്ഥാന വിനയം എന്ന് പറയുന്നത് വെറുതെ യാഥാർത്ഥ്യബോധത്തിലായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ആവിലയിലെ തെരേസ ഏറ്റവും ഭംഗിയായിട്ട് വിനയത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഹ്യൂമിലിറ്റി ഈസ് ട്രൂത്ത്. ഹ്യൂമസ് എന്ന് പറയുന്ന മണ്ണാണ്. ഈ മണ്ണോളം കുനിഞ്ഞു പോകുന്ന വിധത്തിലുള്ള ഒരു യാഥാർത്ഥ്യബോധത്തിൽ ജീവിക്കുക എന്നുള്ള നമുക്കൊരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ചലച്ചിത്രകാരൻ നഷ്ടമായി. സച്ചി എന്നാണ് പേര്. ഇത് 2 ചിത്രങ്ങൾ കണ്ടു. ഈ 2 ചിത്രങ്ങളിലെയും കണ്ടന്റ് ഒന്ന് തന്നെയാണ്, മനുഷ്യൻ്റെ ഊതുവീർപ്പിച്ച അഹം. അതിനകത്ത് അവർ മാത്രമല്ല സഫർ ചെയ്യുന്ന, അവരുടെ പരിസരവും സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സച്ചി കുറേ കാലം കൂടി ജീവിക്കേണ്ടായിരുന്നു. ഒരേ വിഷയത്തെ ആധാരമാക്കിയിട്ട് 2 ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കി, 2ഉം കാഴ്ചക്കാരുടെ ഒരു പ്രിയമുണ്ടാക്കിയെടുത്തെന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? വാസ്തവത്തിൽ എല്ലാവരും കൺഫ്രണ്ട് ചെയ്യുന്നൊരു വിഷയമാണ് ഇത്. കുറേ കൂടി അവനവനില്ലാതെ ജീവിക്കാനുള്ളൊരു കളി പഠിച്ചാന്നല്ല. കുറേ കാലം മുമ്പ് ഒരു രാജസദസ്സിലേക്ക് ഒരു ഗുരു വരുമ്പോൾ അയാളുടെ ചെരുപ്പിങ്ങനെ ശിരസി വെച്ചാണ്ടാണ് വരുന്നത്. പൊതുവെ കുറച്ച് കിറുക്കുള്ള ഒരാൾ തന്നെ. അതുകൊണ്ട് തന്നെ രാജാവ് ചോദിച്ചു, എന്താണോ ഇത്തവണത്തെ ഈ കിറുക്കിൻ്റെ അർത്ഥം? അപ്പോൾ അയാളൊരു മറുചോദ്യം ചോദിക്കുകയാണ്, അങ്ങ് എന്തുകൊണ്ടാണ് കിരീടം വെക്കുന്നത്? ഞാൻ കിരീടം വെക്കുന്നത് ഞാൻ ഈ ചുറ്റുമുള്ളവരെക്കാൾ മീതിയാണെന്ന് കാണിക്കാൻ വേണ്ടി, ഞാൻ സമശീർഷനല്ലെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അത് തന്നെയാണ് കിരീടത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ശിരസിൽ ഞാൻ കൊണ്ട് നടക്കുന്ന ഈ ചെരുപ്പ് കൊണ്ട് ഞാൻ ലോകത്തോട് പറയാൻ ശ്രമിക്കുന്ന ഒരൊറ്റ സത്യം മാത്രമാണ്, ഞാൻ എത്ര കീഴെയാണ്. അവനേക്കാൾ കീഴെയാണെന്നുള്ളൊരു ബോധം. ലവ് ഡസ് നോട്ട് ബോസ്റ്റ് എന്ന് പറയുന്ന, ആത്മപ്രശംസ ചെയ്യുന്നില്ല, സ്നേഹം അഹങ്കരിക്കുന്നില്ല എന്നൊക്കെ പൗലോസ് ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ ഈ അവനവനില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയയാണ്. എന്തുമാത്രം ഈ ഞാനില്ലാതെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ അന്വേഷണം. അതിനകത്തൊക്കെ നമ്മൾ പെട്ടുപോയിരിക്കുന്നത്. പണ്ടിങ്ങനെ ലെറ്റർ പ്രസിൻ്റെയൊക്കെ ഒരു കാലത്തിനകത്ത് കൃത്യമായിട്ടിങ്ങനെ അച്ചിനകത്ത് അക്ഷരങ്ങൾ എണ്ണി വെക്കണം. അതിനുവേണ്ടിയുള്ള അച്ചുണ്ട്. അപ്പം അങ്ങനെ ഒരു കവിയുടെ ആത്മകഥ ചെയ്യുമ്പോഴേക്കും പ്രസ്സിലെ ജോലിക്കാർ മുതലാളിയോട് പരാതി പറഞ്ഞു അത്രേ, ഇനിയും മുമ്പോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് അച്ചു നിരത്തായിട്ട് ഞാനില്ല. കാരണം അത്രയും ഞാൻ പറഞ്ഞ് ആ പ്രസ്സിലെ മുഴുവൻ അച്ചും തീർന്നു. കേൾക്കുമ്പോൾ ചെറിയൊരു ഫലിതമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പോലും ആ ഫലിതത്തിലാണ് നമ്മളൊക്കെ പെട്ടുപോയിരിക്കുന്നത്. കണ്ട വിചാരത്തിൽ നിന്ന് ക്രോഡീകരിക്കുകയാണ്. വിനയപാഠങ്ങളുമായിട്ട് ഒരാളിങ്ങനെ കഴുതപ്പുറത്ത് നമ്മുടെ പ്രാണനിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അയാൾ നമ്മളോട് പറയുകയാണ്, സ്നേഹം അഹങ്കരിക്കുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല. ആമേൻ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.